ശ്രീദേവി, എന്തു പറ്റി? ആരെയാ തിരയുന്നത്? നീ പേടിച്ചതുപോലെ ഉണ്ടല്ലോ. വിശേഷിച്ചൊന്നുമില്ല സിസ്റ്റർ. നീ സ്ഥലത്തിന്റെ പേരെന്താന്നാ പറഞ്ഞത്? പാലക്കാട്. പാലക്കാട്. നിന്റെ വീട് അവിടെയാണോ? അതെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ മാത്രം. അപ്പോഴിവിടെ? ഇവിടെ ഇവിടെ നാണമാണോ? നിന്റെ അദ്ദേഹം എവിടെയാണ്? എന്ത് ചെയ്യുന്നു? അറിയില്ല. ഒരുപക്ഷെ നീ അദ്ദേഹത്തെ അറിയില്ല എന്നോട് പറയുമായിരിക്കും. എന്താ, ശരിയല്ലേ? സിസ്റ്റർ, ഞാൻ പറയുന്ന സത്യമാണ്. എനിക്കൊന്നും അറിയില്ല, ആരെയും അറിയില്ല. ഞാൻ നിന്നെ ദേവിന്ന് വിളിച്ചോട്ടെ? പിന്നെന്താ, വിളിച്ചോളൂ. ദേവി, നിന്റെ മനസ്സിരിന്ന് ഞാൻ കാണുന്നു. എന്തു പറ്റി? കരയാൻ മാത്രം എന്തുണ്ടായി? നോക്കൂ, കരയരുത്. മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു. അവരെന്ത് വിചാരിക്കും? സിസ്റ്റർ, എന്റെ മുറിവേറ്റ മനസ്സിനെയാണ് നിങ്ങൾ തൊട്ടുണർത്തിയത്. മനസ്സ് വേദനിച്ചപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞുപോയി. ഓ, ഐ ആം സോറി. നീ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. രാത്രി വളരെ വൈകി. കിടന്നുറങ്ങിക്കോളൂ. ഇവിടെ ഈ ബർത്തിൽ എന്നോടൊപ്പം ഷെയർ ചെയ്തോളൂ. താങ്ക് യു സിസ്റ്റർ. സർവം സഹ. മൂലരചന ഡി വേണുഗോപാൽ. ഹിന്ദി എഡിറ്റിംഗ് അഞ്ജലി ശർമ്മ. മലയാള പരിഭാഷ സുമ അജിത് കുമാർ. പങ്കെടുക്കുന്നവർ ശ്രീലേഖ, ശാരദ നായർ, എസ് ഉഷ, ആശ റാഫി, ബേബൻ കൈമാപ്പറമ്പൻ, ഡൊമിനിക് ജെ കാട്ടൂർ. സംവിധാനം കുസുമ പ്രിയദർശിനി. ദേവി, നീ രാത്രി അല്പം പോലും ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. അല്ല സിസ്റ്റർ, ഞാൻ നന്നായി ഉറങ്ങി. ബർത്ത് ഷെയർ ചെയ്തതിനാൽ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു, അല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ എവിടെയായാലും സുഖമായി ഉറങ്ങും. എന്താണെന്നറിയാമോ ദേവി, എന്റെ മനസ്സിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ദുഃഖമോ വരും കാലത്തെപ്പറ്റി ആകാംക്ഷയോ ഇല്ല. സിസ്റ്റർ, നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്യുകയാണോ? അതെ, ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നു. വീടെവിടെയാണ്? ഈ ലോകം മുഴുവനും എന്റെ വീടാണ്. എന്നുവെച്ചാൽ ഞാൻ ഏത് വീട്ടിൽ ജനിച്ചുവെന്ന് എനിക്കറിയില്ല. കന്യാസ്ത്രീകളുടെ ഇടയിൽ വളർന്നു. മനസ്സുകൊണ്ട് അമ്മയെ എന്ന് വിളിക്കുന്ന മദർ സുപ്പീരിയറിനെ കാണാൻ എല്ലാ വർഷവും ഇതുപോലെ പോകുന്നു. ഓ, എന്നോട് ക്ഷമിക്കൂ സിസ്റ്റർ, ഞാൻ അറിയാതെ. ഏയ്, അതിനൊന്നുമില്ല. പക്ഷേ ഇന്നലെ എന്തുണ്ടായി? അതിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു. വിഷമമില്ലെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾ എന്നോട് പറയൂ. മനസ്സിന്റെ ഭാരം അല്പമെങ്കിലും കുറയട്ടെ. ശരി സിസ്റ്റർ, നിങ്ങളുടെ ഏത് ചോദ്യത്തിനും ഉത്തരം നൽകാൻ ഞാൻ തയ്യാറാണ്. എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? അമ്മയിൽ നിന്ന് തന്നെ ആകട്ടെ. അപ്പൂപ്പന്റെ 4 പെൺമക്കളിൽ ഏറ്റവും ഇളയവളായിരുന്നു എന്റെ അമ്മ. അമ്മയ്ക്ക് ഭർത്തൃസുഖം അനുഭവിക്കാനുള്ള ഭാഗ്യമില്ലായിരുന്നു. കുറച്ചു ഭൂമിയും സ്ഥിരബുദ്ധിയില്ലായ്മയായിരുന്നു
അച്ഛന്റെ സമ്പാദ്യം. ഒരിക്കൽ അച്ഛൻ വീട് വിട്ടുപോയി. ഒരു ട്രെയിൻ ആക്സിഡന്റിൽ അദ്ദേഹം മരണമടഞ്ഞു എന്ന് പിന്നീട് പത്രങ്ങളിൽ നിന്നും അറിഞ്ഞു. വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് സ്കൂളിൽ ജോലി കിട്ടി. അങ്ങനെ ഞാനും പഠിച്ചു. എന്തായിരുന്നു നിന്റെ സബ്ജക്റ്റ്? ലിറ്ററേച്ചർ. PGയും BEഡും കഴിഞ്ഞ് ജോലി അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ കല്യാണാലോചനകളും തുടങ്ങി. അമ്മയ്ക്ക് ഒരേ ഒരു നിർബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ, സ്ത്രീധനം ആവശ്യപ്പെടാത്ത ഒരാളുമായി എന്റെ കല്യാണം നടത്തുക. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ളവരുണ്ടോ? അങ്ങനെ ഒരാളുണ്ടായിരുന്നു സിസ്റ്റർ. പട്ടണത്തിലുള്ള ഒരു വലിയ ഓഫീസർ, അമ്മയുടെ അകന്ന ബന്ധു. വിവാഹം നിശ്ചയിച്ചു. പക്ഷേ ഞാൻ എന്നും വിവാഹത്തെ ഭയപ്പെട്ടിരുന്നു. അമ്മയെയും മധുവിനെയും വിട്ടു പോവുക എന്നുള്ളത് എനിക്ക് പ്രയാസമുള്ള കാര്യമായിരുന്നു. മധു? അതെ, മധു. പണ്ട് അമ്മയ്ക്ക് ജോലിക്ക് വേണ്ടി കുറച്ച് സ്ഥലം വിൽക്കേണ്ടി വന്നു. ആ സ്ഥലം വാങ്ങിയ ശങ്കരൻകുട്ടിയും ആയുഷുമ്മയും അങ്ങനെ ഞങ്ങളുടെ അയൽക്കാരായി. അവരുടെ ഒരേ ഒരു മകനായിരുന്നു മാധവൻ. ഞങ്ങൾ സമപ്രായക്കാരായിരുന്നു. ഒരുമിച്ച് കളിച്ചു വളർന്നു. സ്കൂളിലും കോളേജിലും ഒരുമിച്ച് പഠിച്ചു. മധുവിന് വളരെ പെട്ടെന്ന് ജോലി കിട്ടി. വിവാഹ നിശ്ചയത്തിന്റെ തലേന്ന് മധു എന്നെ കാണാൻ വന്നു. ദേവി. എന്താ മധു? ദേവി, എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. എന്നോടോ? എന്താ പറയൂ. നാളെ വിവാഹ നിശ്ചയമല്ലേ? അതെ. ഈയിടെ മധുവിനെ കാണാനേ ഇല്ലല്ലോ. ഞാൻ നിന്നിൽ നിന്നും മനഃപൂർവ്വം അകന്നു നിൽക്കുക. ഈ വിരഹം നമുക്ക് രണ്ടുപേർക്കും വേദനാജനകമാണ്. മധുവിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാകും. ഇല്ല ശ്രീദേവി, അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്റെ ആരാണ്? ദേവി, നീ തന്നെ പറയൂ, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ്? മധു, വർഷങ്ങളായി ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നതാണ് ഈ ചോദ്യം. അതിന്റെ ഉത്തരം നിനക്കേ തരാൻ കഴിയൂ. വേണ്ട മധു, വേണ്ട. എന്നെ നിർബന്ധിക്കരുത്. ചില ബന്ധങ്ങളുടെ അർത്ഥം നിർവചിക്കാൻ കഴിയില്ല. നമ്മുടെ ബന്ധവും അത്തരത്തിലുള്ളതാണ്. എനിക്ക് മറ്റൊന്നും അറിയില്ല. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ എന്റെ മനസ്സ് നീറുകയാണ്. ഞാൻ നിസ്സഹായനും നിരാശനുമാണ്. മധു, എന്നിൽ നിന്ന് ഒന്നും ഒളിപ്പിക്കരുത്. എന്താണ് ഉണ്ടായത്? സത്യം പറയൂ. ദേവി, എന്റെ സങ്കല്പത്തിലെ ഒരേ ഒരു സ്ത്രീ നീയാണ്. മധു, ഇതെനിക്ക്... അതെ ദേവി, സ്വന്തം ഹൃദയത്തിൽ എന്തെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. വേരുകൾ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. അത് പറിച്ചറിയാൻ എനിക്കാവുന്നില്ല. ഭഗവാനെ, ഇതെന്തൊരു പരീക്ഷണം. നിനക്കിഷ്ടമാണെങ്കിൽ എന്നെ സ്വീകരിക്കുക. മധു, അമ്മേ, ഞാൻ എല്ലാം അമ്മയോട് തുറന്നു പറഞ്ഞു. മധുവിനെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാനാവില്ല. ഞാൻ എന്ത് ചെയ്യണം? അമ്മ തന്നെ പറയൂ. മോളെ, ഇങ്ങനെ ബാലിശമായി സംസാരിക്കരുത്. ഒരു കാര്യം നീ നല്ലവണ്ണം മനസ്സിലാക്കണം. കുട്ടിക്കാലത്ത് ഒരുമിച്ച് കളിച്ചു പഠിച്ചു വളർന്നവർ തമ്മിൽ സ്നേഹം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. മധുവിന്റെ ദുഃഖം കണ്ട് നീ വിഷമിക്കാതെ. കാലം എല്ലാം മുറിവ് ഉണക്കും. ഇല്ലമ്മേ, എനിക്ക് മധുവിനെ നന്നായി അറിയാം. മോളെ, ഞാൻ നിനക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയത് ബന്ധനത്തിന്റെയും കെട്ടുപാടുകളുടെയും ദുഃഖം എനിക്കറിയാവുന്നത് കൊണ്ടാണ്. എന്നാൽ അതിങ്ങനെ പരിണമിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മേ, ആ സ്വാതന്ത്ര്യത്തെ ഞാൻ മുതലെടുത്തിട്ടില്ല, മനസ്സുകൊണ്ട് പോലും. എനിക്കറിയാം മോളെ. പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നം, നിന്റെ ഈ വിഷമം, ഇത് ഞാൻ ചിന്തിച്ചതല്ല. അച്ഛനില്ലാതെ നിന്നെ ഞാൻ വളർത്തി. നിനക്ക് എന്തെങ്കിലും പേരുദോഷം വന്നാൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? അതിനാൽ എല്ലാം ഒരു സ്വപ്നമെന്ന് കരുതി മറന്നേക്കൂ. അമ്മേ. അതെ മോളെ,
ജീവിതത്തിൽ പലതും മറക്കേണ്ടതായി വരും. അമ്മയ്ക്ക് വേണ്ടി നീ മധുവിനെ മറക്കണം. പുതിയൊരിടത്ത് നിന്റെ ബന്ധം ഉറപ്പിച്ചിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ഒറ്റ പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. കരഞ്ഞോളൂ, നന്നായി കരഞ്ഞോളൂ. മനസ്സ് ശാന്തമാകട്ടെ. മധു, ദേവി, നീ? മധു പുഴയുടെ തീരത്തേക്ക് പോകുന്നത് കണ്ടു. ഇവിടെ കാണുമെന്ന് ഊഹിച്ചു. തെറ്റിയില്ല. വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. പിന്നെ കല്യാണത്തിനുള്ള തയ്യാറെടുപ്പൊക്കെ പൂർത്തിയായോ? കല്യാണം അമ്പലത്തിൽ വെച്ചാണ്. അതുകൊണ്ട് വിശേഷിച്ച് തയ്യാറെടുപ്പിന്റെ ആവശ്യമില്ല. പിന്നെ നമ്മുടെ ബന്ധുക്കൾ ഇവിടെ കുറവല്ലേ. അപ്പോ നല്ലൊരു കല്യാണ സദ്യ കിട്ടുമല്ലോ അല്ലേ? പിന്നെ വല്ലപ്പോഴും വിശേഷങ്ങൾ എഴുതി അറിയിക്കണം. ഒരു കത്തെങ്കിലും പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? മധു, ഈ അഭിനയം ഒന്ന് നിർത്താമോ? ഇത് അഭിനയമല്ല ദേവി. ഞാൻ ആ പഴയ മധു ആകാൻ ശ്രമിക്കുക. അങ്കിൾ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. അമ്മ വിളിച്ചിട്ടാണെന്ന് തോന്നുന്നു. അച്ഛൻ പറഞ്ഞു? അദ്ദേഹം വഴക്കു പറഞ്ഞോ? എന്റെ അച്ഛൻ വളരെ നല്ലവനാണ്. ഇന്നുവരെ ശബ്ദമുയർത്തി എന്നെ വിളിച്ചിട്ട് പോലുമില്ല. പിന്നെയല്ലേ വഴക്ക് പറയുന്നത്? നിന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ അച്ഛൻ എന്നോട് പറഞ്ഞു. പിന്നീട് അച്ഛനും അമ്മയും കൂടി വളരെ നേരം കരഞ്ഞു. ഞാനാണ് അവരെ ആശ്വസിപ്പിച്ചത്. മധു, നീ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെയും അച്ഛനമ്മമാരുണ്ടോ എന്ന്, അല്ലേ? ഇന്നുവരെ ഞാൻ ആ രഹസ്യം നിന്നോട് പറഞ്ഞിട്ടില്ല. ആർക്കും അറിയാത്ത ആ രഹസ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ. ദേവി, ഞാൻ അവരുടെ മകനല്ല. അവർ എന്നെ എടുത്തു വളർത്തിയതാണ്. അതെ ദേവി, എന്റെ അച്ഛന്റെ സഹോദരി നഴ്സായിരുന്നു. അവർ ആശുപത്രിയിൽ നിന്നും എന്റെ അച്ഛനെ ഏൽപ്പിച്ച അനാഥ കുഞ്ഞാണ് ഞാൻ. വലുതാകുമ്പോ ഈ രഹസ്യം ഞാൻ അറിയാതിരിക്കാൻ അച്ഛൻ ട്രാൻസ്ഫർ വാങ്ങി ഇങ്ങോട്ട് വന്നു. അങ്ങനെ ദാരിദ്ര്യത്തിന്റെയും ദുഃഖത്തിന്റെയും ലോകത്തു നിന്ന് മാറി സുഖസമൃദ്ധിയോടെ ഞാൻ വളർന്നു ഇത്രയും നാൾ. പിന്നെ എങ്ങനെ ഈ രഹസ്യം മനസ്സിലാക്കി? ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സത്യമറിഞ്ഞത്. അച്ഛന്റെ ഒരു സുഹൃത്ത് എന്നോടെല്ലാം പറഞ്ഞു. എനിക്കല്പം പോലും ദുഃഖം തോന്നിയില്ല. രാത്രി മുഴുവൻ അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു. വിഷമം കൊണ്ടല്ല, സന്തോഷം കൊണ്ട്. ജന്മം നൽകിയില്ലെങ്കിലും ഈ അനാഥനെ വളർത്തി വലുതാക്കിയില്ലേ, മഹത്വമാണത്, ധൈര്യമാണത്. താങ്ക് യു മധു, താങ്ക് യു വെരി മച്ച്. ഇത്രയും നാൾ കഴിഞ്ഞിട്ടെങ്കിലും മധു സത്യം മുഴുവൻ പറഞ്ഞല്ലോ. ദേവിയോട് പലവട്ടം പറയാൻ ആഗ്രഹിച്ചതാണ്, പക്ഷെ കഴിഞ്ഞില്ല. ഇനിയും പറഞ്ഞില്ലെങ്കിൽ പാപമാകുമെന്ന് കരുതിയാണ് ഇന്നെല്ലാം തുറന്നു പറഞ്ഞത്. എന്നോടും അമ്മയോടും വെറുപ്പാണോ? ഇല്ല ദേവി, ഞാൻ എല്ലാവരോടും കടപ്പെട്ടവനാണ്. ഒരേ ഒരു അപേക്ഷയുള്ളൂ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ദേവി വിഷമിക്കരുത്. മധു, ഇന്നെന്റെ മനസ്സിൽ ഒരു ദുഃഖവുമില്ല. മധുവിനറിയാലോ, അമ്മ എനിക്കെല്ലാണ്. ഗുരുവും ദൈവവും സഹോദരനും സഹോദരിയെല്ലാം എനിക്ക് അമ്മയാണ്. ദുഃഖമയമായ ജീവിതത്തിൽ അവരൊരു മൗന പ്രാർത്ഥനയാണ്. എനിക്ക് അമ്മയെ വിഷമിപ്പിക്കാൻ കഴിയില്ല. എനിക്കറിയാം ദേവി, അതുകൊണ്ട് എനിക്കൊരു വിഷമവുമില്ല. ഞാൻ സന്തുഷ്ടനാ, തികച്ചും സന്തുഷ്ടൻ. ഈശ്വര, നിനക്കൊരായിരം നന്ദി.
ദേവി, എന്താ അമ്മേ? കരയാണോ? എല്ലാം ശരിയായി എന്ന് പറഞ്ഞിട്ട്? അതല്ലമ്മേ. പിന്നെന്താ, പേടിയാവുന്നോ? എനിക്കറിയില്ല, ഇപ്പോൾ തോന്നുന്നു ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന്. അങ്ങനെയൊന്നും ചിന്തിക്കരുത് മോളെ. പെൺകുട്ടികൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. വിവാഹം ഒരാവശ്യമാണ്. പക്ഷേ അതിനുശേഷമുള്ള ജീവിതം ഓരോരുത്തരുടെയും ഭാഗ്യം പോലെ ഇരിക്കും. അമ്മ എന്റെ കൂടെ വരുന്നില്ല എന്നുള്ളത് എന്നെ വളരെയേറെ വിഷമിപ്പിക്കുന്നു. ഒരമ്മയും മകളുടെ വീട്ടുവാതിക്കൽ പോകില്ല. അതുമല്ല, എനിക്ക് ഇത്രയും ദൂരം വരാനും കഴിയില്ല. എന്നെ കാണാൻ തോന്നുമ്പോ അവരോട് പറയണം, വലിയ ആൾക്കാരല്ലേ, നിന്നെ വിമാനത്തിൽ കൊണ്ടുവരും. എനിക്ക് പേടിയാകുന്നമ്മേ. പരിചയമില്ലാത്ത ആൾക്കാർ, പരിചയമില്ലാത്ത സ്ഥലം, സ്ത്രീയായി പിറന്നതിന്റെ ശിക്ഷ. കോട് മറയല്ലേ, വെപ്രാളവും പ്രയാസവും ഒക്കെ ഉണ്ടാകും. ഇനിയും പല പ്രാവശ്യം ഇതുപോലെ വിഷമം തോന്നും. എന്നാലും ധൈര്യം സംഭരിക്കണം. അമ്മയുടെ ആശീർവാദം എന്നും നിന്നോടൊപ്പം ഉണ്ടാകും. ഉണർന്നിരുന്ന് ശരീരം ക്ഷീണിപ്പിക്കാതെ ചെല്ല്. കുറച്ചു നേരം കിടന്നുറങ്ങും. വിട പറയാൻ ഇനിയും നേരമുണ്ട്. അങ്ങനെ അമ്മയെയും മധുവിനെയും വിട്ട് ഞാൻ ഒരു വലിയ മനുഷ്യനോടൊപ്പം ഈ നഗരത്തിൽ എത്തിച്ചേർന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? ആദ്യ രാത്രിയിൽ തന്നെ എന്റെ അനുഭവം കൈപ്പേറിയതായിരുന്നു. അദ്ദേഹം മദ്യപാനിയായിരുന്നു. സ്വയം മദ്യപിച്ച് എനിക്കും അത് തരാനുള്ള ശ്രമമായിരുന്നു. ഞാൻ നിലവിളിച്ചു. ആ വീട്ടിൽ മറ്റാരും ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അമ്മ, അച്ഛൻ, സഹോദരൻ, സഹോദരി, എല്ലാവർക്കും അദ്ദേഹം ഈശ്വര തുല്യനായിരുന്നു. സമ്പത്തുണ്ടെന്ന അഹങ്കാരമായിരുന്നു അദ്ദേഹത്തിന്. നീ അവിടെ നിന്നും എപ്പോഴാ തിരിച്ചു വന്നത്? ഒരാഴ്ച കഴിഞ്ഞ്. മഹാനഗരത്തിലെ തടവുപുള്ളി, വലിയ മാളിക വീട്ടിലെ ഏതെങ്കിലും ഒരു മുറിയിൽ ഏകാന്തവാസം. നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം സിസ്റ്റർ? എനിക്ക് സങ്കല്പിക്കാൻ കഴിയും ദേവി. പിന്നീട് എന്ത് സംഭവിച്ചു? വിവാഹ ജീവിതത്തിൽ ഞാൻ ഒട്ടും തന്നെ സന്തുഷ്ടയായിരുന്നില്ല. ഏകാന്തവാസം എന്നെ ശ്വാസം മുട്ടിക്കുകയായിരുന്നു. അനുസരിക്കാതെ നിവൃത്തിയില്ലായിരുന്നു. അമ്മയുടെ എഴുത്തു വന്നാൽ അത് വായിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. അങ്ങനെ ഒരു നാൾ നീ അമ്മയ്ക്ക് എഴുത്തെഴുതിയിരുന്നോ? ഉവ്വ്, പറയാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നോട് പറയാതെ ഒരു കത്ത് അയക്കണമെന്ന്? ഉവ്വ്, പക്ഷേ എഴുത്തയച്ചതിന് ശേഷമാ ഞാൻ ഓർത്തത്. അമ്മയുടെ മറുപടി വന്നോ? ആ, വന്നു. അമ്മയ്ക്ക് സുഖമാണോ? സുഖമില്ലായിരുന്നു. പക്ഷേ അവരോടൊപ്പം നിന്റെ കാമുകനും ഉണ്ടായിരുന്നു. എന്താ, അമ്മയ്ക്ക് സുഖമില്ലേ? ഇപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. സത്യം പറ, നീ നിന്റെ കാമുകൻ എഴുത്തെഴുതിയില്ലേ? അങ്ങ് ആരുടെ കാര്യമായി പറയുന്നത്? അഭിനയിക്കണ്ട. നീ അറിയില്ല അവനെ? ഞാൻ ആരെ അറിയില്ല. അമ്മയുടെ എഴുത്ത് ദയവ് ചെയ്ത് എന്നെ ഒന്ന് കാണിക്ക്. മറ്റൊന്നും. ഇന്നാ കാമുകനെ കുറിച്ച് വായിച്ച് രസിക്കുക. എന്റെ പ്രിയപ്പെട്ട മകൾ ശ്രീദേവിക്ക് നിന്റെ എഴുത്ത് കിട്ടി. നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമെന്നറിഞ്ഞ് സന്തോഷിക്കുന്നു. എനിക്ക് സുഖമില്ലാത്തതിനാലാണ് മറുപടി അയക്കാൻ വൈകിയത്. പനിയായിരുന്നു. ഒരാഴ്ച ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. മധുവും അവൻ്റെ അച്ഛനും അമ്മയും എന്നെ വളരെയധികം സഹായിച്ചു. അവർ അവധിയെടുത്ത് എന്നോടൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. എല്ലാവരുടെ ദയാലും ഭഗവാന്റെ കൃപ കൊണ്ടും ഞാൻ രക്ഷപ്പെട്ടു. നീ വിഷമിക്കണ്ട. അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നിന്റെ എഴുത്ത് എൻ്റെ ജീവിതത്തിലെ സുന്ദരമായ പ്രതീക്ഷയാണ്. വാസുവിന് എൻ്റെ അനുഗ്രഹാശസ്സുകൾ. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. നിന്റെ അമ്മ. നീ എന്തിനാ കരയുന്ന? ഇപ്പോൾ ഇവിടെ ആരും മരിച്ചിട്ടില്ല. ആ, പിന്നെ മധു, അവനുമായി നിന്റെ ബന്ധം തുടരുകയാണല്ലോ. ചില ആൾക്കാർ ഇങ്ങനെയാണ്. അവർ സ്ത്രീക്കും പുരുഷനും ഇടയിൽ അശ്ലീല ബന്ധങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. എന്നെ കളിയാക്കിയാണോ? പിന്നെ ഏത് കടം വീട്ടാനാ അവൻ നിന്റെ അമ്മയെ സേവിക്കുന്നത്?
ചില ആൾക്കാർ അങ്ങനെയുണ്ട്. അവർ നിസ്വാർത്ഥ ഭാവത്തോടെ മറ്റുള്ളവരെ സേവിക്കുന്നു, അവരെ മനുഷ്യരെന്ന് വിളിക്കുന്നു. നിർത്ത്. എല്ലാം എന്റെ തെറ്റ് തന്നെ. നിന്നെ പോലെ പരിഷ്കാരം തൊട്ടു തിണ്ടാത്ത ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന എന്റെ തെറ്റ്. വീട്ടിൽ വരുന്നവരോട് നേരെ വർത്തമാനം പറയാൻ പോലും നിനക്കറിയില്ല. MA പാസ്സായി പോലും. അതിഥികളോട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെരുമാറാൻ എനിക്ക് കഴിയില്ല. വിവാഹത്തിന് മുമ്പ് എന്നെ കുറിച്ച് ശരിക്കും അന്വേഷിക്കാമായിരുന്നില്ലേ? ഒന്ന് പോടി. മൃഗങ്ങൾ പോലും നിന്നെക്കാൾ വിശ്വസമുള്ളവരാണ്. ആഹാരം കൊടുക്കുന്ന യജമാനെ അനുസരിക്കുന്നവർ. പക്ഷെ എനിക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല. പിന്നെ ആഹാരം എനിക്ക് വെറുതെ തരണ്ട. അങ്ങ് ഇവിടെ എവിടെയെങ്കിലും എനിക്ക് ജോലി വാങ്ങിത്തരാമെന്ന് വാക്ക് തന്നതല്ലേ, അതെന്തായി? കെട്ടിലമ്മയ്ക്ക് ഇനി ഉദ്യോഗസ്ഥയാണ്. സ്വന്തമായി പൈസ കൂടി കൈ വന്നാ പിന്നെ കൊമ്പ് വളയ്ക്കുമല്ലോ, കൊമ്പ്. എന്റെ ആഭരണങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയപ്പോ ഞാൻ കരുതിയത് ജോലി ശരിയാക്കാനാണെന്നാണ്. പക്ഷെ എന്താ? ലക്ഷക്കണക്കിന് രൂപയുമായി സുന്ദരികളായ പെൺകുട്ടികൾ എനിക്ക് വേണ്ടി ക്യൂ നിൽക്കുകയായിരുന്നു. പക്ഷെ അച്ഛന്റെ ആഗ്രഹം അനുസരിച്ച് നിന്നെ വിവാഹം കഴിച്ചു. പിന്നെ ആലോചിച്ചു, അകന്ന ബന്ധു കൂടിയല്ലേ, എനിക്ക് പുണ്യം കിട്ടുമെന്ന്. അതിന് പകരം എനിക്ക് എന്താ ഇപ്പൊ കിട്ടിയത്? അപ്പോ അന്ന് പറഞ്ഞ വാക്കുകൾ, സ്ത്രീയാണ് ധനം, നീ ആദർശവതിയായ സ്ത്രീയാണെന്നൊക്കെ. ബ്രോക്കർമാരെ ശബ്ദങ്ങളെ തെറ്റായി പ്രയോഗിക്കുന്നു. ഓക്കെ, ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ധനമാണ്. ഇതിലും വലുതായ ഒരു സത്യമില്ല. മറ്റെല്ലാം ഭംഗി വാക്കുകളാണ്. പിന്നൊരു കാര്യം, നിന്റെ അമ്മയുടെ സമ്പത്തിന്റെ ഒരേ ഒരു അധികാരി നീ മാത്രമാണ്. അതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കും, എത്രയും പെട്ടെന്ന് അവരൊന്ന് ഒഴിവാക്കട്ടെ. ഈശ്വര, അങ്ങിതെന്തായി പറയുന്നത്? എന്റെ അമ്മ സമാധാനിക്കൂ സഹോദരി. ഒന്നിനു പിറകെ മറ്റൊന്ന്, ഓരോന്ന് സഹിച്ചുകൊണ്ടിരുന്നു. പിന്നീടെല്ലാം വിധിയെന്നോർത്ത് സമാധാനിച്ചു. എന്നിട്ടും എനിക്ക് മനസ്സമാധാനം കിട്ടിയില്ല. ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചതാണ്. പക്ഷേ അപ്പോഴൊക്കെ അമ്മയുടെ കരച്ചിലാണ് കാതിൽ മുഴങ്ങിയത്. അയാളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നതേയില്ലേ? എന്റെ പ്രതീക്ഷകളെല്ലാം വിഫലമായി. കുറച്ചുനാൾ കഴിഞ്ഞ് ശാരീരികമായി പീഡിപ്പിക്കാൻ തുടങ്ങി. എന്നും പൈസയുടെ കാര്യം പറഞ്ഞ് പീഡിപ്പിച്ചിരുന്നു. അമ്മയ്ക്ക് എഴുത്തെഴുതി രൂപ ആവശ്യപ്പെടാനായിരുന്നു ആജ്ഞ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അമ്മയോട് പണം ആവശ്യപ്പെടാൻ? എനിക്ക് കുറെ കടമുണ്ട്, എനിക്ക് പൈസ ആവശ്യമാണ്. അങ്ങയ്ക്കറിയാലോ, ആ വീടല്ലാതെ സ്വത്തെന്ന് പറയാൻ അമ്മയുടെ പക്കൽ ഒന്നുമില്ല. വീട് വിറ്റാൽ അമ്മ പിന്നെ എവിടെ പോകും? അമ്മ നമ്മളോടൊപ്പം താമസിക്കട്ടെ. അമ്മ വരില്ല. ഒരു ദിവസം പോലും അമ്മയ്ക്ക് ഇവിടെ കഴിയാൻ പറ്റില്ല. ഓഹോ, അപ്പോ നിന്റെ അമ്മ 100 വർഷം ജീവിച്ചിരുന്നാൽ അത്രയും നാൾ ഞാൻ കാത്തിരിക്കണമെന്നാണോ? നോക്ക, ഈ മഹാനഗരത്തിൽ ജീവിതത്തിന് ഒരു വിലയുമില്ല. മനസ്സിലായി. ഇതിലും നല്ലത് മരണം തന്നെയാണ്. സ്റ്റൗ പൊട്ടിത്തെറിച്ചോ ആക്സിഡന്റോ എങ്ങനെയെങ്കിലും. മാനേഴ്സ് ഇല്ലെങ്കിലും നിനക്ക് ബുദ്ധിയുണ്ട്. ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, നിന്റെ ജീവൻ ഇന്നത്തെ കയ്യിലാണ്. നീ സന്തോഷത്തോടെ ഞാൻ പറയുന്ന അനുസരിച്ചാൽ നിനക്ക് സുഖമായി ജീവിക്കാം എപ്പോഴും. പക്ഷേ ഇപ്പോഴുള്ള പൈസ തീരുമ്പോ അങ്ങക്ക് വീണ്ടും പൈസ ആവശ്യം വരുമല്ലോ. ആപത്തിനിരയാകാൻ ഒരുപക്ഷെ വേറെയും പെൺകുട്ടികളുണ്ടാകും. തീർച്ചയായും. അച്ഛനും അമ്മയും ഒരു മകനോട് നീ എത്ര കല്യാണം കഴിച്ചു എന്ന് ചോദിക്കില്ല. പെൺകുട്ടികൾ ഇനിയും കിട്ടും. കാരണം അച്ഛനും അമ്മയ്ക്കായാലും സഹോദരി സഹോദരന്മാർക്കായാലും ആർക്കായാലും പെണ്ണെന്ന ഒരു ഭാരമാണ്. അതുകൊണ്ട് അവളെ ആരെയെങ്കിലും ഏൽപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കൂ. മനസ്സിലായ നിനക്ക്? അതുകൊണ്ട് കൂടുതൽ അഹങ്കരിക്കണ്ട കേട്ടാ. ഈശ്വര, എന്തൊരു ദുർവിധി! ഇല്ല, ഇത് സഹിക്കാനാവില്ല. ഇങ്ങനെ ഓരോ ദിവസവും കഴിച്ചുകൂട്ടി. എന്ത് ചെയ്യണമെന്ന് ഒരു രൂപമില്ലായിരുന്നു. പക്ഷേ നിനക്ക് നിന്റെ വീട്ടിൽ പോകാമായിരുന്നില്ലേ? ഇല്ല സിസ്റ്റർ, എന്റെ അമ്മയെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. എന്റെ കഥ കേട്ട് സിസ്റ്ററും മുഷിഞ്ഞോന്ന് തോന്നുന്നു.
ഏയ് ഇല്ല ദേവി. സത്യം പറഞ്ഞാൽ ജീവിതത്തിന്റെ അറിയാത്ത വശങ്ങളുമായി പരിചയപ്പെടുകയാണ്. നീ പറയുന്നത് കേട്ടിട്ട് അയാൾ മദ്യത്തിന് അടിമപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. സിസ്റ്റർ പറഞ്ഞ ശരിയാണ്. ഒരിക്കൽ കാര്യങ്ങൾ അതിരുവിട്ടു. അയാൾ എന്നെ കൂട്ടുകാരുടെ സഹായത്തോടെ മദ്യം കഴിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർക്ക് എന്നെ തൊടാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഓടിക്കൊണ്ടേയിരുന്നു. ഇരുട്ടിൽ ആരോ എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഞാൻ നിലവിളിച്ചുകൊണ്ട് ഓടി. അപ്പോഴേക്കും ഒരു വണ്ടി വന്നു നിന്നു. അതിൽ നിന്നും ഒരാൾ പുറത്തേക്കിറങ്ങി. ഭാഷ അറിയില്ലായിരുന്നു. പക്ഷേ അയാൾ എന്നെ ഒരു വലിയ ആളുടെ വീട്ടിലെത്തിച്ചു. അത് നിന്റെ ഭാഗ്യമായിരുന്നു. അല്ല സിസ്റ്റർ, ഞാൻ കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് വീണത് കുളത്തിലായിരുന്നു. ആ വലിയ മനുഷ്യൻ ഇംഗ്ലീഷിൽ എന്നോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി. രാവിലെ അയാൾ ഓഫീസിലേക്കും അയാളുടെ ഭാര്യ പുറത്തേക്കും പോയി. അപ്പോൾ ആ വീട്ടിലെ പെൺകുട്ടി എന്റെ അടുക്കലേക്ക് വന്നു. നോക്കൂ, നിങ്ങൾ മലയാളിയാണോ? അതെ, ഞാനും മലയാളിയാണ്. ഓഹോ, ഇവിടെ ഇവിടെ അങ്ങനെ. എന്താ പേര്? സീത. എന്നെ പറ്റി എങ്ങനെ അറിയാം? അവർ തമ്മിൽ പറയുന്നത് കേട്ടു. അവർ നല്ലവരാണോ? വളരെ നല്ലവരാണ്. എന്താ അങ്ങനെ പറഞ്ഞത്? അവർ എന്നോട് പറഞ്ഞത് എന്റെ വീട്ടിൽ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുത്ത് തരാമെന്നാണ്. സീത, നീ ഇവിടെ വന്നിട്ട് എത്ര നാളായി? 4 വർഷം. വീട്ടിൽ നിന്നും ഇത്രയും ദൂരം ഒരു ലക്ഷ്യമില്ലാതെ എന്താ വന്നത്? ചേച്ചി, ഞാൻ അങ്ങനെ തന്നെ വിളിച്ചോട്ടെ. എല്ലാം വിധിയാണ്. നമ്മുടെ കൂടിക്കാഴ്ചയും ഒരു വിധിയാണ്. നിന്റെ വീട്ടിൽ എല്ലാവരും ഉണ്ട്. അച്ഛന് പരസഹായമില്ലാതെ നടക്കാൻ കഴിയില്ല. സുഖമില്ലാത്ത അമ്മ ജോലി ചെയ്താണ് വീട് പുലരുന്നത്. സ്ത്രീധനം കൊടുക്കാൻ കഴിയാതെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചേച്ചി, സ്കൂളിൽ പഠിക്കുന്ന 2 സഹോദരിമാർ. ഇവിടെ നല്ല ശമ്പളം കിട്ടുന്നുണ്ടോ? എന്റെ ശമ്പളം അതിഥികളുടെ വരവിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. പണക്കാരനായ അതിഥി വരുമ്പോൾ എന്റെ വീട്ടിലേക്കുള്ള മണി ഓർഡർ 4 അക്കമുള്ളതാകുന്നു. എന്താ? ഞെട്ടിയോ? ഈ നഗരം പുറമേ നിന്ന് കാണാൻ വളരെ മനോഹരമാണ്. അകം അത്രത്തോളം വിരൂപവും വൃത്തികെട്ടതുമാണ്. നീ പഠിച്ചിട്ടില്ലേ? ഓവ് ചേച്ചി, ഡിഗ്രി, ടൈപ്പിംഗ്, ഷോർട്ട് ഹാൻഡ്, കമ്പ്യൂട്ടർ ഡിപ്ലോമ തുടങ്ങി സർട്ടിഫിക്കറ്റുകൾക്ക് ഒരു കുറവുമില്ല. എന്റെ ഒരു അയൽവാസി ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. ഒരു വലിയ തുകയ്ക്ക് അയാൾ എന്നെ വിറ്റു. അവിടെ നിന്നും രക്ഷപ്പെട്ട് ഞാൻ ഇവിടെ വന്നു. ചേച്ചിയെ പോലെ ഇവിടെ ഞാൻ തികച്ചും സുരക്ഷിതയാണ്. പേടിക്കാനൊന്നുമില്ല. നിനക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹമില്ലേ? ചേച്ചി, ഇനി എന്റെ പക്കൽ എന്താണുള്ളത് സൂക്ഷിക്കാനായി? അച്ഛനമ്മമാരും സഹോദരങ്ങളുമെങ്കിലും സുഖമായിരിക്കട്ടെ. ആ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ആ പ്രതീക്ഷയുമില്ല. അതെന്താ? ഒരിക്കൽ ഒരു മലയാളി ഓഫീസർ ഇവിടെ അതിഥിയായി വന്നു. രാത്രിയിലെ സ്വാഗത സൽക്കാരത്തിനിടയ്ക്ക് അയാൾ എന്നെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കി. എന്നിട്ട് ആ മഹാപാപി എന്നെ വഞ്ചിച്ചു. അയാൾ എന്റെ ഗ്രാമത്തിൽ എന്റെ വീട്ടിൽ ചെന്നു. അതിനുശേഷം എന്റെ മണി ഓർഡർ മടങ്ങി വന്നു. ഒരെഴുത്തും. ഇനി ഒരിക്കലും വീട്ടിലേക്ക് മടങ്ങേണ്ട എന്നായിരുന്നു എഴുത്ത്. എന്തായാലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല ചേച്ചി. എന്റെ പൈസ അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട. അടുത്ത തെരുവിലെ അലക്കുകാരുടെ കുട്ടികൾക്ക് കൊടുക്കും. പാവങ്ങൾ, പട്ടിണി പാവങ്ങൾ. സീതേ, നീ വലിയവളാണ്. നിന്റെ ഈ മഹാമനസ്കത എന്നും ഉണ്ടായിരിക്കട്ടെ. ഞാനിനി എന്ത് ചെയ്യണം? ചേച്ചി, നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകൂ. കഴിയുന്നതും വേഗം ഇവിടെ നിന്നും രക്ഷപ്പെടും. പക്ഷേ എന്റെ കയ്യിൽ
പൈസ ഞാൻ തരാം. ഈ ഭാഗ്യം കെട്ടവൾക്ക് വേണ്ടി. ചേച്ചി എനിക്ക് അന്യയല്ല. ചേച്ചി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയാൽ മനഃശാന്തി കിട്ടുന്നത് എനിക്കാണ്. ഞാൻ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്റ്റേഷൻ വരെ കൂടെ വരാം. വേണ്ട സീതേ, ഞാൻ തനിച്ചു പറ്റൂല. പക്ഷേ നീ എന്റെ കൂടെ എന്റെ വീട്ടിൽ വന്ന നന്നായിരുന്നു. വേണ്ട ചേച്ചി, ഇനി ഞാൻ ഒരിടത്തും പോകില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നഗരം വരദാനമാണ്. അഭിഷാപോ, എനിക്കിനി ഇത് ഉപേക്ഷിക്കാൻ കഴിയില്ല. ചേച്ചി പോയിക്കൊള്ളൂ. പ്ലീസ്, ഇവിടെ നിന്നും രക്ഷപ്പെടൂ. സിസ്റ്റർ, അങ്ങനെ സീത തന്ന പൈസയും കൊണ്ട് ഞാൻ മടങ്ങുകയാണ്. പാവം, ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടും പകച്ചു നിന്നിട്ടും അവൾ തന്റെ ഉള്ളിൽ മനുഷ്യസ്നേഹത്തിന്റെ ഉറവ വറ്റാതെ സൂക്ഷിച്ചു. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ളവർ വിരളമാണ്. ഒരുപക്ഷെ അവർ നിന്നെ പിന്തുടരുന്നുണ്ടെങ്കിലോ? എന്നെ കണ്ടുപിടിക്കാൻ ഇനി പ്രയാസമാണെന്ന് അവർക്കറിയാം. ഈശ്വരൻ രക്ഷിക്കട്ടെ, അവരെ ഒരിക്കലും കാണാതിരിക്കട്ടെ. നിനക്ക് ഈ വിവാഹബന്ധം അവസാനിപ്പിച്ചുകൂടെ? ഈ യാത്രയോടൊപ്പം ഞാൻ സ്വതന്ത്രയുമായി സിസ്റ്റർ. പക്ഷേ നിയമത്തിന്റെ കണ്ണിൽ ഇത് മതിയാകില്ല. നീ ചെറുപ്പമാണ്. ഇനിയൊരു വിവാഹം അനുഭവിച്ചിടത്തോളം മതി സിസ്റ്റർ. എനിക്കും ഉണ്ടായിരുന്ന സ്വപ്നങ്ങൾ, ഒരു സാധാരണ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ. സ്വാർത്ഥതയില്ലാതെ സ്നേഹത്തെ വ്യഭിചരിക്കാത്ത ലോകം, ദുഃഖങ്ങളില്ലാത്ത സ്നേഹം മാത്രമുള്ള ലോകം. പക്ഷേ വേണ്ട സിസ്റ്റർ, ഞാനിനി ഒരിക്കൽ കൂടി സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നില്ല. അത് ശരിയാണ്. പക്ഷേ അമ്മയൊന്നും ഒപ്പം ഉണ്ടാവില്ല. നിനക്കിനിയും ജീവിക്കണ്ടേ? അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, ആരുമില്ലാത്തവർക്ക് ഭഗവാനുണ്ടെന്ന്. ആ വിശ്വാസം എനിക്ക് ശക്തിയാകും. അല്ലെങ്കിൽ ആരും ആരോടൊപ്പം ഉണ്ടാകില്ല. വീടടുത്തെത്താറായപ്പോ നിനക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നുണ്ട്. അമ്മയുടെ അനുഗ്രഹമാണ്. സിസ്റ്ററിന്റെ സാമീപ്യവും. ദേവി, നീ എന്നെ മറക്കുമോ? അങ്ങനെ തോന്നുന്നുണ്ടോ സിസ്റ്റർ? എന്റെ അഡ്രസ് ഉണ്ടല്ലോ, തീർച്ചയായും എഴുതണം. ഞാനും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. സിസ്റ്റർ, എന്റെ കൂടെ വീട്ടിലേക്ക് വരാമോ? എന്റെ അമ്മയെ കാണാം. ഇപ്പോഴില്ല, മറ്റൊരിക്കലാകട്ടെ. നിന്റെ സ്റ്റേഷൻ അടുക്കാറായി. ലഗേജ് എടുത്തോളൂ. ലഗേജ് ഒന്നുമില്ല, ഒരു പേഴ്സ് മാത്രം. അതും സീത തന്നത്. സിസ്റ്റർ, വളരെ വളരെ നന്ദി. വേഗം ഇറങ്ങൂ ദേവി. താങ്ക് യു സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. അമ്മ എന്നെ കാണുമ്പോൾ ആശ്ചര്യപ്പെടും. എന്തു പറയും അമ്മയോട്? സത്യം തന്നെ പറയണം. പക്ഷേ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയോ? വീട് പൂട്ടിക്കിടക്കുകയാണല്ലോ. അമ്മ എവിടെ പോയി? മധുവിന്റെ വീട്ടിലായിരിക്കോ? പക്ഷേ അവിടെ പോകാനാണെങ്കിലും വീട് പൂട്ടിക്കൊണ്ട് പോകില്ലല്ലോ. ആരോട് ചോദിക്കും? മധു. ഓട്ടോയുടെ ശബ്ദം കേട്ടപ്പോഴേ കരുതി ദേവി വന്നിട്ടുണ്ടാകുമെന്ന്. വാസുദേവൻ എവിടെ? ഞാൻ തനിച്ചാ വന്നത്. അമ്മ എവിടെ പോയി മധു? അപ്പോ നീയൊന്നും അറിഞ്ഞില്ലേ? എന്താ? ദേവി വീട്ടിലേക്ക് വരൂ, ഞാൻ എല്ലാം പറയാം.
ദേവി, നിന്റെ കല്യാണത്തിന് ശേഷം ഞാൻ നിന്റെ അമ്മയെ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. എന്നും അമ്മയെ കാണാൻ വരുമായിരുന്നു. ഒരു ദിവസം ചെന്നപ്പോ അമ്മ അല്പം പരിഭ്രമിച്ചതുപോലെ കാണപ്പെട്ടു. എന്താ അമ്മേ, പരിഭ്രമിച്ചതുപോലെ ഉണ്ടല്ലോ? ഏയ്, ഒന്നുമില്ല. വാസു വന്നിരുന്നു. അച്ഛൻ പറഞ്ഞിരുന്നു. അയാൾ അച്ഛന്റെ അടുക്കലും ചെന്നിരുന്നു. എന്തു പറഞ്ഞു? വിശേഷിച്ചൊന്നുമില്ല. എന്നോടൊരു ഫ്ലാറ്റ് വാങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞു. നല്ല കാര്യം. മാത്രമല്ല, അവർക്ക് ഒരു വീടിപ്പോ ആവശ്യമാണല്ലോ. അതിന് ലക്ഷങ്ങൾ വേണമെന്നാ പറഞ്ഞത്. ഓഹോ, പക്ഷേ അമ്മയുടെ പക്കൽ എവിടെ നിന്നാ ഇത്രയും രൂപ? നിനക്കറിയാവല്ലോ, എനിക്ക് ഈ വീടല്ലാതെ മറ്റൊരു സമ്പത്തും ഇല്ല. ബാങ്ക് ബാലൻസ് തീരെയില്ല. പൈസ കൊടുക്കാൻ ഈ വീട് വിൽക്കുകയല്ലാതെ ഒരു നിവൃത്തിയില്ല. എന്ത്? അവൻ പറഞ്ഞതും അത് തന്നെയാണ്. ഇവിടെ തനിച്ച് താമസിക്കാതെ അവരുടെ കൂടെ ചെല്ലണം അത്രേ. അവർക്ക് ഈ വീട് വിൽക്കുകയും ചെയ്യാം. അമ്മ എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞു, മറ്റൊരിടത്ത് താമസിക്കുന്ന കാര്യം ആലോചിക്കുന്നേ ഇല്ല എന്ന്. പക്ഷെ അവൻ പറയുന്നത് വീട് ശ്രീദേവിക്കുള്ളതാണെങ്കിൽ ആവശ്യം വന്നാൽ അവൾക്ക് കൊടുക്കണമെന്നാണ്. ദേവി എന്താ വരാത്തത്? അവൾക്ക് ഇതേപ്പറ്റി അറിയാവോ? എനിക്ക് തോന്നുന്നില്ല അവൾക്കറിയാവുന്ന. പക്ഷേ മകളേക്കാൾ വലുതായി ഒരു സ്വത്ത് ഈ ലോകത്തില്ലല്ലോ. എന്റെ ജീവൻ പോലും. അതെനിക്കറിയാം. എങ്കിലും ഞാൻ സമ്മതിച്ചു. അപ്പോ ഈ വീട് വിൽക്കാൻ തീരുമാനിച്ചോ? ഉവ്വ്. എന്നിട്ട് അമ്മ അവരോടൊപ്പം പോകുമോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ. ഒരു മുറി വാടകയ്ക്കെടുക്കാം. ചെലവിന് പെൻഷൻ ഉണ്ടല്ലോ. എത്രയും പെട്ടെന്ന് വീട് വിറ്റ് വാസുവിന് പൈസ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണമെന്ന് നീ നിന്റെ അച്ഛനോട് പറയണം. ശരിയമ്മേ. പക്ഷേ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു മധു. ഞാൻ അച്ഛനോട് എല്ലാ വിവരവും പറഞ്ഞു. അച്ഛൻ അതത്ര ശരിയായി തോന്നിയില്ല. ഞങ്ങൾ നിന്റെ വീട് വാങ്ങാൻ നിശ്ചയിച്ചു. ഇത് കേട്ട് അമ്മ വളരെ സന്തോഷിച്ചു. അമ്മ അതേ വീട്ടിൽ താമസിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. എന്നിട്ട് രജിസ്ട്രേഷൻ നടന്ന അന്ന് തന്നെ രൂപ മുഴുവൻ വാസുവിന്റെ പേരിൽ ഡ്രാഫ്റ്റ് എടുത്ത് അയച്ചു. വൈകുന്നേരം നിന്റെ അമ്മയുടെ അടുത്ത് ചെന്നപ്പോ അവർ വളരെ സന്തുഷ്ടയായി കാണപ്പെട്ടു. മധു, ഇന്ന് മനസ്സിന് പ്രത്യേക സുഖം തോന്നുന്നു. എന്താണെന്നറിയില്ല. ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സുഖവും സമാധാനവും. മുഖം കാണുമ്പോഴേ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടമ്മേ. ആ മധു, ഞാൻ നാളെ ഗുരുവായൂർക്ക് പോകുന്നു. ആഹാ, അപ്പൊ സന്ധ്യയാകുമ്പോ മടങ്ങി വരില്ലേ? ബസ് സ്റ്റാൻഡിൽ ഞാൻ കാത്തു നിൽക്കണോ? മടങ്ങി വരുന്നതിനെ കുറിച്ച് തീരുമാനിച്ചിട്ടില്ല. കുറച്ചു ദിവസം അവിടെ ഭജന ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ശരിയായ സമയമെന്ന് മനസ്സ് പറയുന്നു. പക്ഷെ തനിച്ചോ? ഈശ്വരന്റെ അടുത്തല്ലേ പോകുന്നത്. പിന്നെന്തിനു പേടിക്കണം? എന്റെ മോളിനി സുഖമായി ജീവിക്കും. ഈശ്വരൻ അവൾക്ക് എല്ലാ ഐശ്വര്യവും നൽകട്ടെ. ഞാൻ കരുതിയത് അമ്മ ആദ്യ വണ്ടിയിൽ തന്നെ ഗുരുവായൂർക്ക് പോയിട്ടുണ്ടാകുമെന്നാണ്. പക്ഷേ അയലത്തെ പയ്യനാണ് വന്ന് പറഞ്ഞത്. അമ്മ നദീതീരത്ത് കയ്യിൽ തോർത്തം പിടിച്ച് മണ്ണിൽ കിടക്കുന്നുവെന്ന്. ഉറങ്ങുകയാണെന്നേ തോന്നിയുള്ളൂ. പിന്നീട് പോസ്റ്റ്മോർട്ടം. ഈ പ്രശ്നങ്ങളിൽ നിന്നും അമ്മയുടെ ശരീരത്തെ രക്ഷിക്കാൻ അച്ഛൻ നന്നായി ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. ബന്ധുക്കൾ ആരുമില്ലായിരുന്നല്ലോ. അതിനാൽ ഞങ്ങൾ നിസ്സഹായരായിരുന്നു. ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ വലിയ ആൾക്കൂട്ടമായിരുന്നു. അമ്മയുടെ പ്രിയപ്പെട്ട ആ മാവ് മുറിച്ച് ചിതയൊരുക്കി. ചിതയ്ക്ക് തീ കൊളുത്തിയപ്പോൾ എന്റെ മനസ്സും ശരീരവും വിറയ്ക്കുകയായിരുന്നു. എല്ലാവരും കരയുകയായിരുന്നു. മതി, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ.
സമാധാനിക്ക് ദേവി. ജീവിതം കരഞ്ഞു തീർക്കാനുള്ളതല്ല. ഇല്ല മധു, ഇനി ഞാൻ കരയില്ല. എനിക്ക് ശക്തി കിട്ടുന്നുണ്ട്. അമ്മ എനിക്ക് ധൈര്യം പകർന്നു തരുന്നുണ്ട്. ദേവി, നിയമത്തിന്റെയും നീതിയുടെയും വഴി നിന്റെ മുന്നിലുണ്ട്. നഷ്ടപ്പെട്ട നിന്റെ ജീവിതം വീണ്ടെടുക്കാൻ നീ പൊരുതണം. മധു എന്റെ കൂടെ ഉണ്ടാവോ? നിന്റെ അഭിമാനം രക്ഷിക്കാൻ ഒരു സഹോദരനെ പോലെ എന്നും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. അമ്മേ, ഈ മകൾ ഇനി തോൽക്കില്ല, ഒരിക്കലും തോൽക്കില്ല. ന്യായത്തിന്റെയും നീതിയുടെയും യുദ്ധം തുടങ്ങുകയാണ്. ഞാൻ പൊരുതാൻ തുടങ്ങുന്നു. ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധം. സർവം സഹ ദേശീയ പരിപാടിയിൽ അവതരിപ്പിച്ച നാടകം സമാപിക്കുന്നു. മൂലരചന ഡി വേണുഗോപാൽ. ഹിന്ദി എഡിറ്റിംഗ് അഞ്ജലി ശർമ്മ. മലയാള പരിഭാഷ സുമ അജിത് കുമാർ. ഇതിലെ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ശ്രീദേവി ശ്രീലേഖ, സിസ്റ്റർ ശാരദ നായർ, അമ്മ എസ് ഉഷ, സീത ആശാ റാഫി, വാസുദേവൻ ബേബൻ കൈമാപ്പറമ്പൻ, മധു ഡൊമിനിക് ജെ കാട്ടൂർ. സംവിധാനം കുസുമ പ്രിയദർശിനി.